നിർബന്ധമായും ആ സ്കൂൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കും. കാരണം ഈ തേർഡ് അലോട്ട്മെന്റോട് കൂടി ഈ പറഞ്ഞ അലോട്ട്മെന്റ് പ്രോസസ് അവസാനിക്കാൻ പോവാ. തേർഡ് അലോട്ട്മെന്റോട് കൂടി ഈ അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ്ലി അവസാനിക്കാൻ പോവാ. ഇനി വരാനിരിക്കുന്നത് മൂന്നാം അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തേർഡ് അലോട്ട്മെന്റ് പലരും കാണുന്നത്. ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇന്നലൊക്കെ അറിയുന്ന ഒരുപാട് പാരന്റ്സ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഫുൾ A+ ഉണ്ട്, ലിറ്ററലി മുഴുവൻ A+ ആണ്, എന്നിട്ടും എൻ്റെ മകൾക്ക് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടിയില്ല. നമുക്കറിയാം ന്യൂസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ആ വിഭാഗം ആളുകൾക്ക് A+ കിട്ടുക, അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടാതെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ ഞാൻ ഇവിടെ നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കുക. കാരണം ആ റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൽ കിട്ടാത്ത കാരണം അല്ലേ. നമ്മളതൊക്കെ മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം ഈ സ്കൂൾ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാൻ സാധിക്കും. കാരണം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങളുടെ റാങ്ക് ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ റാങ്ക് നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ നോക്കിയതാണ് അല്ലേ. റാങ്ക് കൃത്യമായി റാങ്കിന് കാര്യം പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നിട്ട് നിങ്ങൾ തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നിഹാൽ സാർ ആ ഫ്ലോയിലൊക്കെ മറന്നു പോകുന്ന കേട്ടോ. അപ്പോൾ പുതിയതായി ആരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കാൻ മറക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ് റാങ്ക്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ റാങ്ക് പരിശോധിച്ചിട്ടുണ്ടാവും, ഉറപ്പല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് അറിയാം, നിങ്ങൾ അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ കിട്ടിയ ഓപ്ഷൻസ് ഒരു 5ാമത്തെയോ 6ാമത്തോ ഓപ്ഷനൊക്കെയാണ് കിട്ടിയതെങ്കിൽ 4, 3, 2, 1 ഓപ്ഷൻസ് ഇങ്ങനെ മേലെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ഓരോ സ്കൂളിലെയും എടുത്ത റാങ്കും നിങ്ങളുടെ റാങ്കും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇനി കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ഡീറ്റെയിൽ ആയി പറയുന്നത് അല്ലേ. ഇത് നിങ്ങളത് സ്കൂളിൽ ലാസ്റ്റ് എടുത്ത റാങ്ക്, ഇത് നിങ്ങളുടെ റാങ്ക് അല്ലേ. ഇത് നിങ്ങളുടെ റാങ്കാണ്, ഇത് സ്കൂളിൽ ലാസ്റ്റ് എടുത്ത റാങ്കാണ് ഇവിടെ കൊടുക്കുക അല്ലേ. സ്കൂളിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് ഒരു 325 ആ സ്കൂളിൽ അവസാനം എടുത്ത റാങ്ക് എന്ന് വിചാരിക്കുക. റെഡി. നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 350 അല്ലെങ്കിൽ അതിന് താഴോട്ട്, അല്ലെങ്കിൽ ഒരു 375 വരെ വേണ്ട, ഒരു 350 വരെ നിങ്ങൾ എടുത്തോളി. ഒരു 350 അല്ലെങ്കിൽ മാക്സിമം 50 റാങ്ക് ആട്ടോ. ഒരു 350ൻ്റെയും ഒരു 375ൻ്റെയും ഇടയിലാണ് നിങ്ങളുടെ റാങ്കെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഒരു ചെറിയ സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും ഈ 325നോട് അടുത്ത് ഒരു 330 അല്ലെങ്കിൽ ഒരു 326, 27 ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ റാങ്ക് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ഞാൻ എൻ്റെ സീറ്റ് പ്രതീക്ഷിക്കണം വേണ്ടേ എന്ന് കൃത്യമായി നോക്കുക. ഈ റാങ്ക് മതി. കുറച്ച് റാങ്ക്സ് ആണ് കാണിച്ചത്, നമ്മുടെ സ്റ്റുഡൻസ് അയച്ച കുറച്ച് റാങ്ക്സ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കി ഈ കുട്ടിയുടെ റാങ്ക്, പിന്നെ ലാസ്റ്റ് ആ സ്കൂളിൽ എടുത്ത റാങ്ക് 531 കാണാത്തത് കൊണ്ട് ഞാൻ കൊണ്ട് മാറ്റിയിടുന്നത് കേട്ടോ. ആ കുട്ടിയുടെ റാങ്ക് 733 ഒരു സ്കൂളാണ്. രണ്ടാമത്തെ സ്കൂള്, ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 290 റാങ്കിനാണ് ആ സ്കൂൾ എടുത്തത്. പക്ഷെ ആ കുട്ടിയുടെ റാങ്ക് 1631. പിന്നെ വേറൊരു സ്കൂളിൽ 276 ലാസ്റ്റ് എടുത്ത റാങ്ക്, കുട്ടിയുടെ റാങ്ക് 864. അടുത്ത സ്കൂളിൽ 666 983 ലാസ്റ്റ് എടുത്ത റാങ്ക്. കണ്ട നിങ്ങൾ. ഇനി വേറൊരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടിയ സ്കൂൾ നോക്കി നിങ്ങൾ. അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിലെ റാങ്ക് 375 ആ ലാസ്റ്റ് എടുത്ത റാങ്ക്. കുട്ടിയുടെ റാങ്ക് 357. കണ്ട നിങ്ങൾ. 75 ലാസ്റ്റ് എടുത്തിട്ടുണ്ട്, 357 കിട്ടിയത് കൊണ്ട് ആ സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ സയൻസ് തന്നെ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ സ്കൂളിലായിരിക്കും എനിക്ക് അഡ്മിഷൻ കിട്ടും അല്ലേ. നിങ്ങളൊന്ന് ചുമ്മാ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു സ്കൂൾ ഞാൻ ഏന്ന് കമന്റ് ചെയ്യാം. A, B, C, D. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ കുട്ടി കിട്ടാൻ സാധ്യത ഉണ്ടോ? കാരണം 800, 200, 983, 666, 1631, 1631 റാങ്കിലാണ് നിൽക്കുന്നത് കേട്ടോ. സോ ഇത് അല്ലെങ്കിൽ ഇത്തരം റാങ്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ റാങ്ക് ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രതീക്ഷിക്കേണ്ടത്. നിഹാൽ സാർ നെഗറ്റീവ് വീഡിയോ അല്ല, നമ്മളെ എക്സ്പെക്ടേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിഹാരം നിഹാൽ സാർ പറഞ്ഞ പരിഹാരമുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത റാങ്കാണിത്. ഈ റാങ്ക് കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. നോക്കി നിങ്ങൾ. ഈ കുട്ടിയുടെ ലാസ്റ്റ് സ്കൂളിൽ എടുത്ത റാങ്ക് 138. കുട്ടിയുടെ റാങ്ക് 2055. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെ കിട്ടും അത്രയും റാങ്ക് ഡിഫറൻസിൽ? എങ്ങനെ കിട്ടും? ഒരു സ്കൂൾ ആകെ 60 മിനിറ്റ് 2 ബാച്ചിൻ്റെ ഒരു 120 സ്റ്റുഡന്റ് ഒരു സ്കൂളിൽ കിട്ടുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ഒക്കെ അതുപോലെ ഈ കുട്ടികളൊക്കെ 1000-ന് മേലെ റാങ്ക് ഒരിക്കലും കിട്ടില്ല. ഒരു സ്കൂൾ മാത്രം എന്തുണ്ട്, കൊമേഴ്സിന് 345, 206 ഉണ്ട്. 345, 206. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കൊക്കെ ഈ പറഞ്ഞ വെയിറ്റേജും അതും നിങ്ങളുടെ ഈ സയൻസ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ. ഇനി തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരിപാടി, തേർഡ് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും ആ സ്കൂൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കും. കാരണം ഈ തേർഡ് അലോട്ട്മെന്റോട് കൂടി ഈ പറഞ്ഞ അലോട്ട്മെന്റ് പ്രോസസ് അവസാനിക്കാൻ പോവാ.
തേർഡ് അലോട്ട്മെന്റോട് കൂടി ഈ അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ്ലി അവസാനിക്കാൻ പോകും. ഇനി ഇതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കണ്ട ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ സിസ്റ്റത്തിൽ ഇനി ഒരു അലോട്ട്മെന്റോ പരിപാടികളോ ഒന്നുമില്ല. ഇനി ഒരു പുതിയ അലോട്ട്മെന്റ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ആ അലോട്ട്മെന്റ് ആണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അതെന്താന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ വരും. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്ത ആളുകൾ ആദ്യമായിട്ട് നിഹാൽ സാറിന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ ാണ് ഈ പറഞ്ഞ നമ്മൾ നിർബന്ധമായും ആ സ്കൂളിൽ നിന്ന് തേർഡ് അലോട്ട്മെന്റ് ഇഷ്ടമുള്ള സ്കൂൾ ഇഷ്ടമില്ലാത്ത സ്കൂൾ ഒന്നും ഇനി നോക്കേണ്ട കാര്യമില്ല. തേർഡ് അലോട്ട്മെന്റ് കിട്ടിയാൽ അവിടെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലില്ല. പിന്നെയാണ് ട്രാൻസ്ഫർ അല്ലേ. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്നാലേ വെറുതെ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെയോ പറഞ്ഞൊരു കാര്യം എന്താണ് ട്രാൻസ്ഫർ എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ മാറാൻ കഴിയുന്നുള്ള കാര്യം കൃത്യമായി നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫൈനലായിട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടുകൂടി അലോട്ട്മെന്റ് പ്രോസസ് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി സപ്ലിമെന്ററി വേറെ നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്ത് തുടങ്ങണം. നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ എച്ച് ക്യാപ്പിന്റെ എല്ലാ പരിപാടിയും തേർഡ് അലോട്ട്മെന്റ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തേർഡ് അലോട്ട്മെന്റ് കിട്ടോ ഇല്ലേ എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഒരു ഫോർകാസ്റ്റിംഗ് എന്ന രീതിയിൽ നിങ്ങളുടെ റാങ്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ സ്കൂളിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. റെഡി? ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പലർക്കും ഒരു സങ്കടത്തോടൊക്കെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ എന്താ നമ്മൾ റിയാലിറ്റി എന്നൊരു സാധനം ഉണ്ട് അല്ലേ. നമ്മൾ കാർഡടിച്ച് വീഡിയോ വെച്ചെടുക്കുക അല്ലെ, വാസ്തവത്തെ കൃത്യമായി മനസ്സിലാക്കി പോകുന്നതാണ് ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. പേടിക്കേണ്ട. ഒരുപാട് ആളുകൾ ഞാൻ പോലും പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യും. ചില ആളുകളൊക്കെ വളരെ ബാഡ് കമന്റ് ഒക്കെ ഇൻസ്റ്റാഗ്രാം വീഡിയോ എനിക്ക് തോന്നുന്നു ഏകദേശം 4 ലക്ഷം 5 ലക്ഷം വിദ്യാർത്ഥികൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരൊക്കെ എനിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ വരാണ്ട് അത് ഇപ്പോൾ ഒരുപാട് എറേഴ്സ് തെറ്റുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് ഭാഗമായി തെറ്റി സംഭവിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ തെറ്റാതെ സംഭവിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ആൾസാർ ഈ വീഡിയോ ഈ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ തെറ്റി ഇനി സംഭവിക്കരുത്. അലോട്ട്മെന്റ് നിങ്ങൾ പുറത്താൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും എന്താണ് തേർഡ് അലോട്ട്മെന്റ് ഈ പറഞ്ഞത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോയി ജോയിൻ ചെയ്യുക. പിന്നെ ബാക്കി നമുക്ക് ലെറ്റ്സ് സീ വരാനിരിക്കുന്ന കാര്യം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.